കോട്ടയത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. ഭരണങ്ങാനം ഇടമറക് ചൊക്കല്ല് ഭാഗത്ത് ഉരുൾപൊട്ടി 7 വീടുകൾക്ക് കേടുപാടുണ്ടായി. ജില്ലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രദേശവാസികളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സനോജ് ചേരുന്നു. സനോജ്, വലിയ തോതിൽ ഒരു മഴ ഇന്ന് കോട്ടയം ജില്ലയിലും ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം തുറക്കേണ്ട അവസ്ഥയുണ്ടോ? തീർച്ചയായിട്ടും ഷമ്മി, രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ പെയ്ത തുടർച്ചയായ കനത്ത മഴ, 3 മണിക്കൂറിലേറെ നീണ്ടു നിന്ന കനത്ത മഴയാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ കൊടും ചൂടിനെ തുടർന്ന് വറ്റി വരണ്ട് കിടന്ന പുഴയൊക്കെ തന്നെ കരകവിഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് 3 മണിക്കൂറിലെ മഴ കൊണ്ട് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ അനിഷ്ട സംഭവങ്ങൾ ജില്ലയുടെ മലയോര പ്രദേശത്ത് രൂക്ഷമാണ്. പ്രത്യേകിച്ച് മീനച്ചിൽ, കാഞ്ഞിരപ്പള്ളി താലൂക്ക് പ്രദേശങ്ങളിലാണ് മഴ ഏറ്റവും അധികം ശക്തി പ്രാപിച്ചത്. ഇന്ന് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് പൂഞ്ഞാറിലാണ്. മീനച്ചിൽ താലൂക്കിലെ പൂഞ്ഞാറിൽ 176 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ഇത് സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് പൂഞ്ഞാർ. അതുകൊണ്ട് തന്നെയാണ് ഈ സമീപ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മീനച്ചിലാറിൻ്റെ ചെറു കഴിവഴികളായിട്ടുള്ള പുഴകളിലൂടെ പുഴകൾ കരകവിഞ്ഞൊഴുകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈരാറ്റുപേട്ട നഗരപ്രദേശങ്ങളിലെ താഴ്ന്ന ഭാഗങ്ങൾ, നടക്കൽ പോലുള്ള പ്രദേശങ്ങളിലെ താഴ്ന്ന ഭാഗങ്ങളിലെ വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീടുകളിൽ നിന്നും ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഭരണങ്ങാനം പഞ്ചായത്തിലെ ചൊക്കല്ല് ഭാഗത്ത്, ഇടമറുക് വില്ലേജിൽപ്പെട്ട ചൊക്കല്ല് ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്ന് ആ പ്രദേശത്തെ നിരവധി കൃഷിയിടങ്ങൾ ഒലിച്ചു പോവുകയും 7 വീടുകൾക്ക് ഭാഗികമായ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ ഈ കാലവർഷക്കാലത്ത് ആദ്യത്തെ ഒരു ഉരുൾപൊട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. ഭരണങ്ങാനത്താണ് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. അതിൻ്റെ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളതും ആ പഞ്ചായത്തിൽ തന്നെയാണ്. വലിയ തോതിലുള്ള നാശനഷ്ടം, കൃഷിയിടങ്ങൾ ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായ ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. കോട്ടയം ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രാ സഞ്ചാരത്തിന് കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇലവിഴ, പൂഞ്ചിറ, ഇല്ലിക്കക്കല്ല്, മാർമല അരുവി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾ പോകുന്നതിനാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈരാറ്റുപേട്ട, തീക്കോയി, വാഗമൺ റോഡിൽ രാത്രികാല സഞ്ചാരത്തിനും പൂർണ്ണമായ നിരോധനം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വലിയ തോതിലുള്ള മഴ വരും മണിക്കൂറുകളിൽ ശക്തി പ്രാപിക്കാനുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. രാവിലെ മുതൽ പെയ്ത അതിശക്തമായ മഴ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉച്ചയ്ക്ക് 12 മണി വരെ നീണ്ടു നിന്നുവെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് അല്പം ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ കയറിയ ഇടങ്ങളിലെ വെള്ളമെല്ലാം ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അത് ആശ്വാസകരമാണ് എങ്കിൽ കൂടിയും വരും മണിക്കൂറിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയം ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് റെഡ് അലേർട്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ ശക്തമായ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഷമി, സനോജ്, ഈ കോട്ടയം ജില്ലയിലെ മഴയുടെ ഒരു കണക്കെടുക്കുമ്പോൾ പൂഞ്ഞാർ ഏതാണ്ട് 176 മില്ലിമീറ്റർ മഴയാണ് പെയ്തിരിക്കുന്നത്. പിന്നീട് വൈക്കത്ത് 95 മില്ലിമീറ്റർ മഴ പെയ്തിരിക്കുന്നു. കോട്ടയം, വടവാതൂര്, കുമരകം, ഇത്രയും സ്ഥലങ്ങളിൽ അതിൽ കുമരകത്ത് മാത്രമാണ് കുറച്ച് മഴ പെയ്തിരിക്കുന്നത്, 52 മില്ലിമീറ്റർ. ബാക്കി സ്ഥലങ്ങളിലെല്ലാം തന്നെ ഏതാണ്ട് 70-ന് മുകളിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? മഴ തോർന്നു നിൽക്കുന്നു എന്ന് പറയുന്നു. ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിലൊക്കെ ഉള്ള ഒരു അവസ്ഥ എങ്ങനെയാണ്? ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ടോ? എന്താണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ഏറ്റവും അധികം മഴ പെയ്ത ഒരു സ്ഥലമെന്ന് പറയപ്പെടുന്നത് പൂഞ്ഞാറാണ്. അവിടെ 176 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് എന്നുള്ളതാണ്. ഇന്ന് ഏറ്റവും അധികം മഴ ലഭിച്ച സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് പൂഞ്ഞാർ. അതുപോലെ തന്നെ ജില്ലയുടെ പല പ്രദേശങ്ങളിലും വൈക്കത്ത് 95, കോട്ടയത്ത് 75, വടവാതൂരിൽ 73, കുമരകത്ത് 52. ഇത് ഉച്ചയ്ക്ക് 2:30 വരെയുള്ള കണക്ക് പ്രകാരമാണ്. ഉച്ചയ്ക്ക് ശേഷം മഴ മാറി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആശ്വാസം. പക്ഷേ മഴ മൂലമുണ്ടായ മഴക്കെടുതികളുടെ ദുരിതം ഇപ്പോഴും താഴ്ന്ന പ്രദേശങ്ങളിലെ ആളുകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട നഗരപ്രദേശങ്ങളിലെ താഴ്ന്ന ഭാഗങ്ങൾ, നടക്കൽ പോലെയുള്ള പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലെ ആളുകൾ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറി താമസിച്ചു തുടങ്ങിയിട്ടുണ്ട്.